പലപ്പോഴും എമർജൻസി ഫണ്ട് എത്തിക്കാനായിട്ട് എല്ലാവരും സംശയമാണ്, എങ്ങനെ പറ്റും? ഒരു എത്രയാണോ മാസം മാറ്റി വയ്ക്കാൻ പറ്റുന്നത് ആ പൈസ ഡെറ്റ് പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എമർജൻസി ഫണ്ട് ടാർഗറ്റ് ചെയ്യാൻ അത്ര എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ഡൺ വിത്ത് യുവർ എമർജൻസി ഫണ്ട്. ഇനി ഇതിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒത്തിരി ഡ്രീമുകളുണ്ടാവും. അപ്പോൾ ആ ഡ്രീം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും വൈ എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരും. അപ്പോൾ ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് പറയുകയാണെങ്കിലും എന്തെങ്കിലും മാമിൻ്റെ കുറേ എക്സാമ്പിളുകളൊന്ന് പറയാമോ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ? അതെ, അത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഗോളിൽ റീച്ച് ചെയ്യാനാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു മുഖ്യ ഘടകം തന്നെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ്. അതാണ് ഒരു സാധാരണ മനുഷ്യൻ, അതാണ് ലൈഫിൽ ആവശ്യവും. നമുക്ക് പല പല ഗോൾസ് ഉണ്ട്. ഒരു നോർമലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ചിലപ്പോൾ മാരീഡ് ആയി, അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ട്രാവൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഗോൾ വന്നു. അല്ലെങ്കിൽ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഗോൾസ് ഉണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എഡ്യൂക്കേഷനുണ്ട്, കല്യാണമുണ്ട്, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകണം. നമുക്കൊരു വീട് മേടിക്കണം. അപ്പോൾ ഒരു സാധാരണ ഏതൊരു ആളുടെയും, അത് ഇന്ത്യൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് നമുക്ക് മേലെ ഒരു കൂര എന്നുള്ളത്, അതൊരു നല്ലൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീമാണത്. അപ്പോൾ ഒരു ഹോം ബേസ്ഡ് ഗോൾ പ്ലാൻ, ഹോം പർച്ചേസ് ഗോൾ പ്ലാനിങ് ഉണ്ട്. കാർ വാങ്ങുക എന്നുള്ളത്, ഒരു വെഹിക്കിൾ ഓൺ ചെയ്യുക എന്നുള്ളത്, റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്നുള്ളത്, ഇതെല്ലാം ലൈഫിൽ നമ്മൾ ഏതൊരാളോടും ഞാനെപ്പോഴും പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചാൽ പറയുന്ന കാര്യങ്ങളാണ്. ഇത് പറയാതെ ഇരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പക്ഷേ സാമാന്യ ബുദ്ധി നോട്ട് ബോതേർഡ് അങ്ങനെയുള്ളൊരു മനുഷ്യരായിരിക്കും. പക്ഷെ നമ്മൾ അവരെ പറ്റി അല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു നോർമൽ സീരിയസ് ആയിട്ടുള്ള വ്യൂവേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണിത്. 25 വയസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ നല്ലത്. ചിലപ്പോൾ 40 വയസ്സായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ നീഡ്സ് ഒന്നും തന്നെ നമ്മുടെ മാറുന്നില്ല. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ ഒരു ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓരോ കാര്യത്തിനും നമുക്ക് പ്രത്യേകം തുകകളും അതിൻ്റെ എന്താണ് നമ്മുടെ അംബിഷൻ അനുസരിച്ച് നമ്മൾ വേണം. പക്ഷെ ഇത് കേൾക്കുമ്പോൾ തോന്നുമോ ഇതിനൊക്കെ ഞാൻ മാറ്റി, അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സർപ്ലസ് ഉണ്ടാക്കിയിട്ട് ഇതിനെ എല്ലാത്തിലേക്കും വേണ്ടി നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് പറയുകയാണോ, ഈ SIP ഞാൻ ചെയ്യുന്നത് എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയാണ്, ഇത് എൻ്റെ റിട്ടയർമെൻറ്റ് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഒരു വീട് മേടിക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റീരിയറിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന പൈസയാണ്. ഓരോ ഗോളിനും വേണ്ടിയാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്.